ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. നമ്മളുടെ ദൈവവചന പഠനം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 20 വാക്യങ്ങളിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അത് യോഹന്നാനിലുണ്ടായ ഒരു മാറ്റമാണ്, അവൻ്റെ മനോവികാരത്തിലുണ്ടായ ഒരു അനുഭവമാണ് മരിച്ചവനെ പോലെ കാൽക്കൽ വീഴുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഭാഗം കൂടെ നമുക്ക് ചില ചിന്തകൾ ചിന്തിച്ചതിന് ശേഷം നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. അത് 17-ാം വാക്യത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇത്രയും ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ ചിന്തിക്കാം. അവിടെ അവൻ്റെ കാൽക്കല് മരിച്ചവനെ പോലെ ഇപ്പോൾ യോഹന്നാൻ വീഴുകയാണ്. കാരണം അത്രമാത്രം മഹത്വമേറിയ ഒരു ദർശനമാണ് യോഹന്നാന് ഉണ്ടായത്. വെള്ള നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അവൻ്റെ രാജകീയ പദവി വിളിച്ചറിയിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ, അതുപോലെ തന്നെ ഹിമം പോലെ വെളുത്ത, പഞ്ഞി പോലെ വെളുത്ത അവൻ്റെ തലമുടി കണ്ടപ്പോൾ, അത് അവൻ്റെ മഹത്വത്തെയും ജ്ഞാനത്തിനെയും വർണ്ണിക്കുന്ന ആ രൂപം കണ്ടപ്പോൾ, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണിനെ കണ്ടപ്പോൾ, സകലത്തിനെയും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചറിയുന്ന യേശുവിൻ്റെ കണ്ണുകളെ കണ്ടപ്പോൾ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള അവിടുത്തെ ശബ്ദം കേട്ടപ്പോൾ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ഒരു വാള് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ ആയി എന്നാണ് പറയുന്നത്. അവൻ്റെ വലം കയ്യിൽ 7 നക്ഷത്രം ഉണ്ട് എന്ന് അവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെ അവൻ്റെ വ്യക്തിത്വത്തിനെ, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിനെ വളരെ അതിശയകരമായി മുമ്പെങ്ങും ആരും ദർശിച്ചിട്ടില്ലാത്ത വിധം വളരെ ശക്തമായ നിലയിൽ യോഹന്നാൻ ഇവിടെ യേശുവിനെ കാണുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ദർശനം മനുഷ്യപുത്രനോട് സമമായ ദർശനം യോഹന്നാൻ നേരത്തെയും കണ്ടിട്ടുണ്ട്. മറുരൂപ മലയിൽ ഇവര് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ 3 പേരും കൂടെ ആയിരുന്നപ്പോൾ അവിടെയും ഈ ദർശനം അവർക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ആ ദർശനം കണ്ടപ്പോഴും അവരവിടെ മരിച്ചവരെ പോലെ വീഴുകയാണ് ചെയ്തത് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ അതേ നിലയിലുള്ള ദർശനം യെശയ്യാവ് കണ്ടിട്ടുണ്ട്, യെഹെസ്കേൽ കണ്ടിട്ടുണ്ട്, ദാനിയേൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ യെശയ്യാവ് ദൈവമഹത്വം കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ യെശയ്യാവ് കവണ് വീണുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ യെഹെസ്കേൽ നമുക്കറിയാം,
അതിൻ്റെ 1-ാം അധ്യായത്തിൽ കാണുന്നത് ആ ദൈവിക ദർശനം, ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ട് യെഹെസ്കേൽ അവിടെ കമഴ്ന്നു വീഴുന്നു. അത് ഒരു തവണയല്ല, അതിൻ്റെ 43-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കബാർ നദിയുടെ തീരത്ത് കണ്ട ആ കാഴ്ച തന്നെ വീണ്ടും വീണ്ടും എടുത്താണ് പറയുന്നത്. അപ്പോൾ 43-ാം അധ്യായത്തിലുണ്ട്, അതുപോലെ തന്നെ 1-ാം അധ്യായത്തിലുണ്ട്, 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം യെഹെസ്കേൽ ഈ ദൈവമഹത്വം കണ്ട് അവൻ്റെ മുമ്പാകെ കവന്നു വീഴുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ദാനിയേൽ 8-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ദാനിയേൽ ദൈവം മുമ്പാകെ വീഴുന്നു. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ദർശനത്തിനെ ആരെല്ലാം കണ്ടോ അവരെല്ലാം ദൈവം മുമ്പാകെ കവന്നു വീഴുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുതന്നെയാണ് മറുരൂപമലയിൽ വെച്ച് കാണുവാനായിട്ട് ഇടയായത്. മറുരൂപമലയിലും അവർക്ക് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ, 3 പേർക്ക് അവൻ പ്രത്യക്ഷനായപ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നുള്ള ആ വലിയ ശബ്ദം കേട്ടപ്പോൾ അവരവിടെ സാഷ്ടാംഗം വീഴുകയാണ് ചെയ്തത്. ദൈവത്തിനെ ആരാധിക്കുവാൻ യോഗ്യനെന്ന് കണ്ട് ഭയപ്പെട്ട് ബഹുമാനത്തോടുകൂടെ അവൻ്റെ മുമ്പാകെ വീഴുകയാണ് ചെയ്തത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പത്രോസ് താൻ ഒരു വലവീശി ഒന്നും കിട്ടാതെയായപ്പോൾ ക്ഷീണിതനായി ഇരിക്കുമ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ പടകിൻ്റെ വലതുവശത്തേക്ക് മാറ്റി മല വീശുക എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ മീൻകൂട്ടം അവന് കിട്ടുവാനായിട്ട് ഇടയായി. അപ്പോഴും പത്രോസിൻ്റെ വാക്കുകൾ ഇതേ വാക്കുകളിൽ തന്നെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ഭാവിയായ ഒരു മനുഷ്യൻ, നീ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പാകെ വിനയത്തോടെ താഴ്ത്തുവാൻ, കവിണ്ണു വീഴുവാൻ ഇടയാക്കി എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ദൈവമഹത്വത്തെ വർണ്ണിക്കുന്ന ആ കാര്യമാണ്, അല്ലെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠതയെ ഉയർത്തി കാണിക്കുന്ന ദൈവിക ദർശനങ്ങളാണ് അവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മറ്റൊരു കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് കാണുവാനായിട്ടുള്ളത്, അതിൻ്റെ 26-ാം അധ്യായത്തിൽ അവിടെ 14-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ 14 ഇങ്ങനെ നമ്മളൊന്ന് വായിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാവുന്ന കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നിരിക്കുക. വളരെ മാനസാന്തരത്തിൻ്റെതായിട്ടുള്ള ദൈവിക ദർശനത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ നിയോഗം പ്രാപിച്ച വാക്കുകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ്റെ യാത്ര. ശൗൽ എന്ന ആ യുവാവ് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാനായിട്ട് അധികാരപത്രവും വാങ്ങി പോവുകയാണ്. അപ്പോഴാണ് ദമാസ്കസിൻ്റെ അടുത്ത് വെച്ച് ദൈവിക ദർശനം പൗലോസിന് അല്ലെങ്കിൽ ശൗലിന് ഉണ്ടാകുവാനിടയാകും. അവിടെ കർത്താവ് ചോദിക്കുന്നത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഒരു ശബ്ദമുണ്ടായി, ഒരു പ്രകാശം അവർക്ക് ചുറ്റും മിന്നി മറഞ്ഞു. ആ വലിയ പ്രകാശം കണ്ടപ്പോൾ ശൗലിന് അവരുടെ ന്യായപ്രമാണത്തിൻ്റെ, അവരുടെ ദൈവിക പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിനെ അവരറിയുന്ന പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം മനസ്സിലായി. അതിതേജസ്സിൽ വസിക്കുന്ന ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് യഹോവയായ ദൈവമാണ്, യഹോവയായ കർത്താവാകുന്നു എന്ന് പൗലോസിന് കാര്യം ഗ്രഹിച്ചു. അപ്പോൾ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഈ പ്രകാശം, വളരെ തീക്ഷ്ണമായ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൗലിനറിയാം അതിതീക്ഷ്ണമായ അതിശക്തമായ പ്രകാശത്തിൽ വസിക്കുന്നവനാണ് ദൈവമെന്ന് പൗലോസിനറിയാം.
ആ ഒരു കാര്യം കൊണ്ട്, ആ ഒരു അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ശൗൽ ഇപ്പോൾ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുകയാണ്. ദൈവത്തിനോട് തന്നെ ചോദിക്കുന്നു, ദൈവമാണെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എന്നാൽ യേശുവിനെ അല്ല അവൻ ഉദ്ദേശിക്കുന്നത്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് കർത്താവ് മറുപടി പറഞ്ഞത്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്നാണ് പറഞ്ഞത്. നീ ഉപദ്രവിക്കുന്ന കർത്താവെന്നാണ് കൃത്യമായിട്ടും അവിടെ മറുപടി ഉണ്ടാകേണ്ടത്. പക്ഷേ ശൗലിന്റെ സംശയം തീർക്കുവാൻ അവൻ ഉപദ്രവിക്കുന്ന യേശു തന്നെയാണ് ഈ കർത്താവ്, ഈ യഹോവയായ ദൈവം, ഈ വിശുദ്ധ പ്രകാശത്തിൽ വസിക്കുന്ന, അതിതീക്ഷ്ണമായ പ്രകാശത്തിൽ വസിക്കുന്ന ആ ദൈവം തന്നെയാണ് യേശു എന്ന് പൗലോസിന് വ്യക്തമായി മനസ്സിലാകുവാനായിട്ടാണ് ആ മറുപടി കർത്താവിൽ നിന്ന് വന്നത്. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറഞ്ഞത്. അതോടുകൂടി സർവ കാര്യങ്ങളും പൗലോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ മുമ്പാകെ സമർപ്പിച്ചിട്ട് അവന് കീഴ്വഴങ്ങി പിന്നീടുള്ള തൻ്റെ ജീവിതം മുഴുവനും ആ യേശുവിന് വേണ്ടി ആകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത്രമാത്രം ദൈവിക ദർശനമുണ്ടായി രൂപാന്തരപ്പെട്ടതാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ ദൈവിക ദർശനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവിക ദർശനം നമ്മെ ആരാധനയ്ക്ക് യോഗ്യരാക്കി തീർക്കുന്നതാണ്. ദൈവിക ദർശനം നമുക്ക് നമ്മളുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് ശക്തിയും ബലവും ഊർജവും നൽകുന്നതാണ് എന്ന് ഈ വേദഭാഗങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആത്മവിശ്വാസത്തെക്കുറിച്ച് കാണുവാനായിട്ട് ഇടയായി. അത് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. യെഹെസ്കേൽ, യെശയ്യാവ്, ദാനിയേൽ ഇവരൊക്കെ ആത്മവിശ്വാസത്തിലായവരാണ്. അതേപോലെ തന്നെ ഇവിടെ യോഹന്നാനും ആത്മവിശ്വാസത്തിലാകുമ്പോൾ അവനൊരു ദർശനം പ്രാപിച്ചു. ദൈവത്തിനെ കുറിച്ചുള്ള അവൻ ദർശനം പ്രാപിച്ചു. അവനെ സഹായിപ്പാൻ കഴിവുള്ള അവനെ, അവിടെ നമ്മൾ പ്രത്യേകം കാണുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ മരിച്ച ഒരു ദൈവമല്ല നമ്മളുടെ ദൈവം, ജീവിക്കുന്നവനായ ദൈവം, ആദ്യനും അന്ത്യനുമായ ദൈവം, ജീവിക്കുന്നവനായ ജീവനുള്ള ദൈവം, അതാണ് നാം സേവിക്കുന്ന ദൈവം. ആ ഒരു ബോധമെല്ലാം നമ്മളിൽ വരുത്തുവാനായിട്ടാണ് ഇവിടെ ഇത്രമാത്രം വ്യക്തമായി ദൈവത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ സഭകൾക്കെല്ലാം ആവശ്യമുള്ളത് ഈ ദൈവിക ദർശനമാണ്. ഇന്ന് പല ആളുകളും കർത്താവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ കർത്താവിനെ ഭയപ്പെടുത്തുന്നത് വേറൊരു നിലയിലാണ്. കർത്താവിനെ ഭയപ്പെട്ട് അവന് കീഴടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഈ പൗലോസ് അപ്പോസ്തലനോ യെശയ്യാവോ ഒക്കെ കണ്ട ആ ഒരു ഭയം ഇന്ന് പല ദൈവമക്കൾക്കും ഇല്ല എന്നുള്ളത് പ്രയാസകരമായ ഒരു വസ്തുതയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചവർക്ക് വളരെ കൃത്യതയോടുകൂടി ദൈവത്തിനെ സേവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇവിടെ ഇന്ന് പല ആളുകളും കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് ഒരു പശുത്തൊട്ടിയിൽ പിറന്ന എല്ലാവരുടെയും പരിഹാസവും നിന്ദയും തർക്കവിഷയങ്ങളും ഒക്കെ ഏറ്റെടുത്ത് അവരുടെ ന്യായവിസ്താരത്തിൽ അകപ്പെട്ട് ക്രൂശിന്മേൽ കയറി യാതൊരു രക്ഷയുമില്ല എന്നുള്ള നിലയിൽ ഉറച്ച നിലവിളിയോടുകൂടെ മരിച്ച ഒരു യേശുവാണ് എന്ന് ഇന്ന് പല ആളുകളും ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റിപ്പോകരുത്. അവൻ്റെ മഹത്വം, അവൻ്റെതായിട്ടുള്ള ആ പ്രതാപം അത് കാണുമ്പോൾ ഇവിടെ അവൻ്റെ മാറിൽ ചാരിയിരുന്ന, അവൻ്റെ സ്നേഹം മുഴുവനും ഏൽപ്പിച്ചു കൊടുത്ത യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 13 അങ്ങനെയാണ് കണ്ടത്. അവൻ്റെ മാറിനോട് ചാരിയിരുന്ന യേശു സ്നേഹിച്ച ആ ശിഷ്യൻ. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവൻ്റെ മുമ്പാകെ മരിച്ചവനെ പോലെ വീണു. ഇന്ന് അനേക ആളുകൾ ഈ ദൈവത്തിനെ വേണ്ട വിധം ഭയപ്പെടുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത്രമാത്രം ആ ക്രിസ്തീയ സമൂഹം ദൈവനാമത്തെ ദുഷിക്കുന്ന സാഹചര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടായി കാണുന്നു. ലോകമനുഷ്യർ ദുഷിക്കുന്നത് മറ്റൊരു സൈഡിൽ, ദൈവമക്കളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നത് വേറൊരു വിഭാഗം. നമുക്കറിയാം എത്രമാത്രം കലഹങ്ങൾ നമ്മുടെ സഭകളിലുണ്ട്.
എത്രമാത്രം പോരുകളും വൈരങ്ങളും നമ്മുടെ സഭകളിൽ സഹോദരന്മാർക്കിടയിലുണ്ട്. ദൈവത്തിന് യഥാർത്ഥമായും സ്നേഹവും ദൈവത്തിന് യഥാർത്ഥമായും ഭയവും ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്, ഓരോ ദൈവമക്കൾക്കും, ഞാൻ ഉൾപ്പെടെ ഉള്ള ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിനെ യഥാർത്ഥമായും അവൻ്റെ മഹത്വത്തോടുകൂടെ കാണുക എന്നുള്ള, അതിനുള്ള ആത്മീയ കണ്ണുകളെ തെളിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മളുടെ മേല് നിക്ഷിപ്തമായിരിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം നമുക്ക് ആ വലിയ ദർശനം തരുമ്പോൾ അവനെ ഭയപ്പെടുവാൻ, എങ്ങനെ ഭയപ്പെടണം? അപ്പം അവനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ, അവനിവിടെ യോഹന്നാൻ മരിച്ചവനെ പോലെ അവൻ്റെ മുമ്പിൽ വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ചവനെ പോലെ വീണു. അപ്പം മരിച്ചവനെ പോലെ വീഴുമ്പോൾ അത് ഏത് ഭയമാണ്? ആരാധനയ്ക്കുള്ള ഭയം എന്ന് നമുക്ക് പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആരാധനയ്ക്ക് ഭയത്തോടെ അവൻ്റെ മുമ്പാകെ വീഴുക എന്ന് പറയുമ്പോൾ പേടിച്ച് വീണതല്ല. പക്ഷേ ആരാധനയ്ക്ക് വേണ്ട മഹത്വം കൊടുക്കുവാൻ, വേണ്ട ബഹുമാനം കൊടുക്കുവാൻ, വേണ്ട ആദരവ് കൊടുക്കുവാൻ ഇസ്രായേലിലെ ആരാധനാ സിസ്റ്റം അല്ലെങ്കിൽ യഹൂദൻ്റെ ആരാധനാ സിസ്റ്റം അവർക്ക് പല നിലയിലുള്ള ആരാധനയുണ്ട്. അതിൽ ഒന്ന് കവിണ്ണ് വീണുള്ള ആരാധനയാണ്. അവർക്ക് ദൈവം മുമ്പാകെ കവിണ്ണ് വീണ് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ആ നിലയിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവൻ്റെ മുമ്പാകെ കവിണ്ണ് വീണു. അവൻ ഭയപ്പെട്ടു, കാര്യം ശരിയാണ്. എന്നാൽ ആ ഭയം അവന് മറ്റുള്ള ഒരു രീതിയിലുള്ള ഒരു ഭയമല്ലായിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ ജനം ഭയപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ചില വിശ്വാസികളെങ്കിലും ഭയപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ ഭയപ്പാടെന്ന് പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ ഭയപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ രോഗത്തിനെ ഭയപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ പാൻഡമിക് അവസ്ഥ, അത് ഭയപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ആശുപത്രിയിലുള്ള ആ ഒരു സ്ഥിതി, അത് ഭയപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ പല നിലയിൽ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ഭയപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ പല നിലയിലാണ് മനുഷ്യൻ്റെ ഭയം നിലനിൽക്കുന്നത്. അപ്പം അവിടെ കർത്താവിന് പറയുവാനായിട്ടുള്ളത് ഈ ഭയമൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അവന് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ, യേശു നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഭയമെല്ലാം മാറി അവനെ ദൈവമെന്നോർത്ത് ഭയത്തോടെ വിറയലോടെ അവനെ കാണുവാനായിട്ട് നമുക്ക് ഇടയാകണം. ലോകഭയങ്ങൾ മാറട്ടെ, രോഗത്തിൻ്റെ ഭയങ്ങൾ മാറട്ടെ, പകർച്ചവ്യാധിയുടെ ഭയങ്ങൾ മാറട്ടെ, ശത്രുഭയം മാറട്ടെ, എല്ലാ ഭയങ്ങളും മാറിയിട്ട് ദൈവത്തിന് വേണ്ട മഹത്വവും വേണ്ട പുകഴ്ചയും അർപ്പിച്ച് അവൻ്റെ മുമ്പാകെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതാണ് ദൈവം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിനെ നാം കണ്ടവരാണെങ്കിൽ, അനുഭവിച്ചവരാണെങ്കിൽ, ആ ഒരു നിലയിലുള്ള മാറ്റം നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തിന്മ കടന്നു വരുമ്പോൾ പല ആളുകളും ഭയപ്പെടും. പാപ വഴിയിൽ കൂടി പാപമുള്ളവരാണ് അടിസ്ഥാനമായിട്ടും ഭയപ്പെടുന്നത് എന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നു. നമ്മളിലെ പാപം നിലനിൽക്കുമ്പോഴാണ്. പാപം അത് ഏറ്റുപറഞ്ഞ് അത് കർത്താവിനോട് നമ്മൾ നിരപ്പ് പ്രാപിച്ചാൽ നമുക്ക് പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും പാപങ്ങൾ ഏറ്റുപറയാതെ ഭയത്തോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവം മുമ്പാകെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കുന്നവനായ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭയം മാറിപ്പോകുവാനായിട്ട് ഇടയാകും എന്ന് അവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇയ്യോബ് പറയുന്നത്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് ചിലപ്പോൾ നമുക്ക് വന്ന് സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് എപ്പോഴും പറയുന്നത്, വേദ പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഏതാണ്ട് ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യത്തോളം തവണയോളം
തിരുവചനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ ഓരോ ദിവസവും കർത്താവ് നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട. ആണ്ടിലെ ഓരോ ദിവസവും പറയുകയാണ്. അത്രയ്ക്ക് വിശ്വസ്തമാണ് കർത്താവിൻ്റെ കരുതലും നമ്മെക്കുറിച്ചുള്ള അവൻ്റെ സംരക്ഷണവും. അതുകൊണ്ട് നാം പാപം ഏറ്റുപറയാതെ ഭയപ്പാടോടുകൂടെ ദൈവം മുമ്പാകെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിനോട് നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയുക. അങ്ങനെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് നാം അവൻ്റെ മുമ്പിൽ കൃത്യതയോടെ വ്യക്തതയോടെ ജീവിക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ കർത്താവ് നമ്മെ എല്ലാവരെയും അറിയുന്നവരാണ്. നാം ഏറ്റുപറഞ്ഞാലും ഏറ്റുപറഞ്ഞില്ലെങ്കിലും ഏറ്റുപറഞ്ഞതിലെ പരമാർത്ഥതയും എല്ലാം കർത്താവ് അറിയുന്നതാണ്. ആ കർത്താവ് തൻ്റെ ദാസന്മാരെ മുഴുവനായിട്ടും അറിഞ്ഞു എന്ന് തിരുവചനം നമ്മളെ വളരെ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ അവനെ അറിയുന്നു എന്ന് അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പറയുന്ന അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്ന സമയത്ത് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ആശ്രയം വെക്കുന്നവരെ യഹോവ അറിയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് പറയുമ്പോൾ അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെയും അറിഞ്ഞിരിക്കെ, ദൈവം നമ്മളെ അറിയുന്ന ആ വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ആ അറിവ് നാം ദൈവത്തിനെ അറിഞ്ഞു, ദൈവം നമ്മയും അറിയുന്നു. അപ്പോഴൊക്കെയാണ് പാപം മാറിപ്പോകുന്നത്. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് മറ്റൊരു ഭാഗത്തും പറയുന്നു. അപ്പം ഇങ്ങനെ പലയിടങ്ങളിൽ ദൈവം നമ്മെ അറിയുന്നു എന്ന് വ്യക്തമായി തിരുവചനം നമ്മളോട് പറയുകയാണ്. ഏതെല്ലാം മണ്ഡലങ്ങളെയാണ് കർത്താവ് അറിയുന്നത്? നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, സങ്കീർത്തനത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ കാണുന്നത്, നിന്നെ വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും. അപ്പോൾ അവിടെ കർത്താവിൻ്റെ അറിവില്ലാതെ നമുക്കല്ല, കർത്താവ് നമ്മളെ കാണാതെ കർത്താവിനെ പോയി മറഞ്ഞിരിക്കുവാൻ ഒരു സ്ഥലവുമില്ല എന്ന് അവിടെ നമ്മളെ സങ്കീർത്തനത്തിൽ നിന്ന് അറിയുന്നു. അപ്പോൾ ദൈവം ഏതെല്ലാം കാര്യങ്ങളാണ് കർത്താവ് നമ്മളെ അറിയുന്നത്, ഏതെല്ലാം നിലയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അറിവിനെ കുറിച്ച് ദൈവം അറിയുന്നു, അല്ലെങ്കിൽ രണ്ട് അറിഞ്ഞു എന്നുള്ള ആ പദം രണ്ട് നിലയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ആദം ഹവ്വയെ അറിഞ്ഞു എന്ന് പറയുന്ന ആ ഭാഗത്ത് അവരുടെ ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരറിവിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തിരുവചനത്തിൽ അറിവിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മുടെ അന്തരംഗത്തിനെ അറിയുക, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിചാരങ്ങളെയും അറിയുക, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വലിയ ആശകളെയും ദൈവം അറിയുന്നു, ദൈവത്തിനെ അനുസരിക്കാതെ പോകുന്നത് ദൈവം അറിയുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മളിലുള്ള ഭയം അതും ദൈവം അറിയുന്നു. അപ്പോൾ അവിടെ ദൈവിക പ്രത്യക്ഷതയിൽ സാധാരണ ആളുകളൊക്കെ അവർക്ക് ഭയപ്പാടുണ്ടാകുന്ന നിലയിലാണ് തിരുവചനത്തിൽ എല്ലായിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എന്താണ് നമ്മളതിന് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ശത്രുവിനെ കണ്ട് ഭയപ്പെടുന്ന ഭയമല്ല അതങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ. എന്നാൽ പാപിയായ മനുഷ്യൻ നിശ്ചയമായും ഭയപ്പെടും, ശത്രുവിനെ കണ്ട് ഭയപ്പെടുന്നത് പോലെ തന്നെ ഭയപ്പെടും. എന്നാൽ ദൈവവചനത്തിൽ ആരെല്ലാം ദൈവത്തിൻ്റെ പ്രത്യക്ഷത കണ്ടോ, അല്ലെങ്കിൽ ദൂതന്മാരെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ടോ, അവരൊക്കെ ഭയപ്പെട്ടതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വചനത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സക്കറിയാവ് ദൂതനെ കണ്ട് ഭയപ്പെട്ടതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യോസേഫും അങ്ങനെ തന്നെ ദൂതനെ കണ്ട് ഭയപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. ആട്ടിടയന്മാർ ദൂതൻ്റെ ആ സന്ദേശത്തെങ്കിൽ, ദൂതൻ്റെ ഒരു ഭാഗ സന്ദേശമായിരുന്നല്ലോ ഭയപ്പെടേണ്ട എന്നുള്ളത്. ദൂതന്മാർ പറഞ്ഞപ്പോൾ ആ ഒരു സന്ദേശം കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. അപ്പം അവിടെയും ഭയപ്പെടേണ്ട എന്നാണ് ആട്ടിടയന്മാരോടും പറഞ്ഞത്. അതുപോലെ തന്നെ കർത്താവ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിനെ കൊല്ലുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ഭയപ്പെടേണ്ട. അത് പിശാചാകട്ടെ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരാകട്ടെ, അവരെ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ ആരെ ഭയപ്പെടണം?
കൊന്നിട്ട് നരകത്തിൽ തള്ളുവാൻ കഴിവുള്ളവനെ ഭയപ്പെടണം. അതാരാണ്? ദൈവമാണ്. അവസാന സമയത്ത് ന്യായവിധിയിൽ അതെ ദൈവിക ജീവനില്ലാത്തവരെ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരെ ദൈവം എന്ത് ചെയ്യുന്നു? നരകത്തിലേക്ക് തള്ളുന്നു. അപ്പം അവനെ ഭയപ്പെടണമെന്ന് യേശു നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പം കൊന്നിട്ട് നരകത്തിൽ തള്ളുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക. അല്ലാത്ത ആളുകളെ അവർ ഈ ലോകത്തിൽ നമ്മളെ കൊന്നാലും നമ്മളവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ദൈവ പൈതൽ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ മരണം അവനിൽ നിന്ന് നീങ്ങിപ്പോയി എന്നാണ് ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യേശു കടലിന്മീതെ നടന്നു ചെന്നപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ അവരോടും യേശു പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവം നമ്മളുടെ ഉള്ളിലുള്ള ഭയത്തെ അറിയുന്നു. അങ്ങനെ അറിയുന്ന ദൈവമാണെങ്കിൽ നാം എന്തിനാണ് നമ്മളുടെ മുമ്പിലുള്ള പ്രസന്റ് സിറ്റുവേഷനിൽ ഭയപ്പെടുന്നത്? എൻ്റെ ദൈവം എല്ലാം അറിയുന്നു. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് എല്ലാവരും പകർച്ചവ്യാധി അല്ലെങ്കിൽ ഈ മഹാവ്യാധിയെ ഓർത്ത് ഭയപ്പെടുകയാണ്. ദൈവം നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിനെ അറിയുന്നുവെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള വിചാരത്തെ അറിയുന്നുവെങ്കിൽ, ഇന്ന് പത്രത്തിൽ വായിക്കുവാനിടയായ ഒരാൾ അത് അവിടെ കോവിഡ് രോഗികളെ ചികിത്സിച്ചിരുത്തുന്ന രോഗികളുടെ മരണം കണ്ട് ഭയപ്പെട്ടിറങ്ങി ഓടി അയാൾ മരണപ്പെട്ടു എന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന പത്രത്തിൽ ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണുവാനായിട്ടിടയാകുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? അതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിനെ ഉൾക്കൊള്ളാതെ നമുക്ക് ഭയം നമ്മളിൽ നിന്ന് മാറ്റുവാനായിട്ട് കഴിയത്തില്ല. ചിലപ്പോൾ അത് ഇതുപോലുള്ള മരണഭീതിയായിരിക്കാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഭീതിയായിരിക്കാം, ശത്രുഭീതിയായിരിക്കാം, ഇങ്ങനെ പല ഭീതികൾ വരും. ഇത് ദൈവം നമ്മുടെ ഉള്ളിലുള്ള ആ ഭയമെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യമായിട്ടുള്ളതാണ്, മനുഷ്യ സഹജമാണ്. അതിനെ മാറ്റുവാനായിട്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളത്. കർത്താവ് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വെള്ളം നിന്റെ മീതെ കവിഞ്ഞു വന്നാലും നീ ഭയപ്പെടേണ്ട, അഗ്നിയിൽ നീ ആയാലും നീ എന്നെ അത് ദഹിപ്പിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ദൈവത്തിൽ നാം പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് ആ കാര്യങ്ങളിലൊക്കെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ ഈ ഭയപ്പെടേണ്ട എന്നുള്ളത്, ഭയമുള്ളത് എല്ലാവരോടും ദൈവം പറയുകയാണ്. യായിറോസിൻ്റെ മകള് മരിച്ചപ്പോൾ ആ മരണഭീതിയാൽ നീ ഭയപ്പെടേണ്ട എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മരണഭീതിയാൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ മരിച്ച അതിൻ്റെ ഭീതിയിൽ ധാരാളം ആളുകൾ, അതിൻ്റെ വേദനയിൽ ധാരാളം ആളുകൾ ഉള്ളവരുണ്ട്. അവരോടൊക്കെ ദൈവം പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം ആശ്വാസം പകരുന്നവനാണ്, നമ്മുടെ ഉള്ളിനെ നമ്മുടെ ഉള്ളിലുള്ള വേദന അറിയുന്നവനാണ്, നമുക്കുള്ള ആവശ്യങ്ങൾ അറിയുന്നവനാണ്, നമുക്കുള്ള എല്ലാ സഹായവും ചെയ്തു തരുവാൻ അറിയുന്നവനാണ് നമ്മളുടെ ദൈവമെന്ന് അവിടെ പറഞ്ഞത്. അപ്പോൾ ദൈവം അറിയുന്നവനാണ്, അവൻ അറിയുന്നവനാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, നമ്മെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് കർത്താവിന് അറിയാം. കർത്താവ് നമ്മളവിടെ തിരുവചനത്തിലെ പ്രായലേഖനത്തിൽ വായിക്കുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുക പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അപ്പോൾ പരീക്ഷിക്കുന്ന ആളുകളെ ദൈവം സഹായിപ്പാനായിട്ട് കഴിവുള്ളവനാണ്. അത് ദൈവം നമുക്ക് നമ്മുടെ സഹിക്കാവുന്ന ആ പരിധിക്കപ്പുറം ഒരു പരീക്ഷയും നമുക്ക് നൽകത്തില്ല. അതുപോലെ തന്നെ ദൈവം നമ്മളങ്ങനെയൊക്കെ വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായും കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവം തരുന്നതെല്ലാം നന്മയ്ക്കാകുന്നു എന്നുള്ള ആ ഒരു വലിയ ദൈവികമായ കാഴ്ച നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നമ്മൾ സക്രിയ പ്രവചനത്തിൽ അവിടെ നമ്മൾ 1-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് യഹൂദ പട്ടണങ്ങളെ എപ്പോൾ നീ മനസ്സലിയും എന്നൊക്കെ ചോദിക്കുന്ന പ്രവാചകൻ ചോദിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലാണ് ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. അപ്പോൾ നല്ല വാക്ക്, ആശ്വസിപ്പിക്കുന്ന, നമുക്ക് നല്ല വാക്കുകൾ കർത്താവ് തരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക്
മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യേശു അങ്ങനെയുള്ള നല്ല വാക്കുകളാണ് നമുക്ക് എല്ലാ സമയത്തും എല്ലാ കാലത്തും നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ ജീവിക്കുന്നവനാണ്, അവൻ്റെ വാക്കുകൾ ജീവിപ്പിക്കുന്നതാണ്. അത് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു എന്ന് 119 സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെയും വായിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ജീവിപ്പിച്ച് നമ്മുടെ കഷ്ടതയിൽ നിന്നൊക്കെ നമ്മളെ വിടുവിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാവുന്ന സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണല്ലോ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നുള്ളതാണ്. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഭയവും നമുക്ക് വിട്ട് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന അവൻ്റെ ആ വാഗ്ദത്ത വഴിയിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള ആ വാഗ്ദത്ത വചനം ഏറ്റുകൊണ്ട് ആ കർത്താവിൻ്റെ വാഗ്ദത്തത്തിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം, കൃത്യതയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. നാം കേൾക്കേണ്ടത് എന്താണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. നാം എന്ത് കേൾക്കണം, എന്താണ് നാം കേൾക്കേണ്ടത്? അതെ, കർത്താവ് ജീവിക്കുന്നു, ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ദൈവത്തിൻ്റെ അദൃശ്യമായ കരത്തിൻ്റെ ശക്തിയെയാണ് നാം കേൾക്കേണ്ടത്. നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളല്ല. ഇന്ന് നമ്മൾ പല ആളുകളും ഇന്ന് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ അതല്ല കേൾക്കേണ്ടത്. ദൈവവചനം നമ്മളെ ശക്തീകരിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഓജസ് നൽകുന്ന ആ ദൈവത്തിൻ്റെ ആശ്വാസ വചനങ്ങളാണ് നാം കേൾക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് കൂടുതൽ അടുത്തു നിൽക്കാം. നാം അറിയേണ്ടത് എന്താണെന്നും കർത്താവ് ഇവിടെ തന്നെ ഈ വാക്യത്തിൽ തന്നെ പറയുകയാണ്. അവൻ പറഞ്ഞിരിക്കുന്നത് നീ 1-ാം അധ്യായത്തിൽ തന്നെ കണ്ടത്, നീ കണ്ടത്. അതെ, നാം കണ്ടത് കുറേ കാര്യങ്ങളുണ്ട്. ദൈവത്തിൽ നമ്മൾ അനുഭവിച്ച, ദൈവത്തിൽ നാം സ്വീകരിച്ച കുറേ കാര്യങ്ങളുണ്ട്. നാം കണ്ടതെല്ലാം നാം അറിഞ്ഞിരിക്കണം. ഇപ്പോഴുള്ളതിനെ നാം അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം, ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി, ഇപ്പോഴത്തെ നമ്മുടെ പ്രാർത്ഥന ആവശ്യം, ഇപ്പോഴത്തെ നമ്മുടെ ആരാധന ആവശ്യം, ഇതൊക്കെ നമ്മളിപ്പോൾ അറിയണം. നാം എന്തറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാം കണ്ടതിനെ അറിയണം, ഇപ്പോഴുള്ളതിനെ അറിയണം, ഇനി സംഭവിക്കുവാനുള്ളതും അറിയണം. കർത്താവിൻ്റെ വരവാണ് ഇനി സംഭവിക്കുവാനായിട്ടുള്ളത്. അതിനു മുമ്പ് എന്തെല്ലാം സംഭവിച്ചോട്ടെ, നാം കർത്താവിൻ്റെ വരവിനെയാണ് ഇനി സംഭവിക്കുവാനായിട്ടുള്ളതിനെ, അതിനെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് അവൻ്റെ വരവിനായിട്ട് നാം ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്ന് കാലങ്ങളൊക്കെ അതിൻ്റെ അടയാളങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വളരെ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അത്യന്തമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവായ ദൈവമേ, പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ നാമത്തിനായിട്ട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ദൈവപാദപീഠത്തിൽ കർത്താവേ, ഞങ്ങൾക്കിങ്ങനെ ദൈവവചനം ചിന്തിക്കുവാൻ, കർത്താവെ, ഞങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഞങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എങ്ങനെയെല്ലാം ഞങ്ങളെ ഹല്ലേലൂയ ഭയപ്പെടുത്തിയാലും അതിൽ നിന്നൊക്കെയും ദൈവം ഞങ്ങളെ കരുതുന്ന, വിടുവിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ദൈവമെന്ന് കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി അങ്ങിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപസ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൽ ധൈര്യത്തോടുകൂടി പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം. സ്വർഗ്ഗസ്വനാം നല്ല പിതാവേ, ആമേൻ.